ജെറുസലേമിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ കാട്ടുതീ പടർന്നു പിടിക്കുകയാണ്. ഒരു തരത്തിലും ഈ തീ നിയന്ത്രിക്കാൻ കഴിയാതെ വന്നതോടെ അധികാരികൾ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ആയിരക്കണക്കിന് താമസക്കാരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. തീ അണക്കുന്നതിനായി ഇസ്രയേൽ അന്താരാഷ്ട്ര സഹായവും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ദുരന്തത്തിൽ ഇതുവരെ 13 പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ടുകൾ. രാജ്യത്തെ വീരമൃത്യു വരിച്ച സൈനികരുടെ സ്മാരക ദിനത്തിലാണ് ഇസ്രയേലിൽ ഈ വലിയ തീപിടുത്തമുണ്ടായത്. അത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങളിൽ ജെറുസലേമിൽ നിന്ന് ടെൽ അവീവിലേക്കുള്ള പ്രധാന ഹൈവേ ആയ റൂട്ട് 1ലേക്ക് തീ പടരുന്നതും ചുറ്റുമുള്ള കുന്നുകളിൽ നിന്ന് കട്ടിയുള്ള പുക ഉയർന്നതും കാണാം. തീജ്വാലയിൽ നിന്ന് രക്ഷപ്പെടാൻ പലർക്കും തങ്ങളുടെ കാറുകൾ വഴിയിൽ ഉപേക്ഷിച്ച് ഓടിപ്പോകേണ്ടി വന്നു. നിലവിൽ 160-ലധികം അഗ്നിശമന രക്ഷാപ്രവർത്തന യൂണിറ്റുകൾ തീ അണയ്ക്കുന്നതിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഡസൻ കണക്കിന് വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ച് തീ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമം തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രയേൽ സൈന്യവും തെരച്ചിലിനും രക്ഷാപ്രവർത്തനത്തിനും പിന്തുണയുമായി രംഗത്തുണ്ട്. എന്നാൽ വരണ്ട കാലാവസ്ഥയിൽ ശക്തമായ കാറ്റും ഈ രക്ഷാപ്രവർത്തനങ്ങൾക്ക് വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. മണിക്കൂറിൽ 90 മുതൽ 100 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും ഇത് സ്ഥിതി കൂടുതൽ വഷളാക്കുമെന്നും കാലാവസ്ഥ മുന്നറിയിപ്പുമുണ്ട്. ഇസ്രയേലിലെ ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ തീപിടുത്തങ്ങളിൽ ഒന്നാണ് ഇതെന്ന് അഗ്നിശമന സേന പറയുന്നു. തീപിടുത്തമുണ്ടായ പ്രദേശങ്ങളിലെ ദേശീയ ഉദ്യാനങ്ങളിലും വനങ്ങളിലും പൊതുജനങ്ങൾക്ക് പ്രവേശനം നിരോധിച്ചിട്ടുണ്ട്. റൂട്ട് 1 ഉൾപ്പെടെ നിരവധി റോഡുകൾ ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. ഇത് രാജ്യത്ത് ഇന്നേ വരെ ഉണ്ടായിട്ടുള്ളത് വെച്ച് ഏറ്റവും വലിയ തീപിടുത്തമായിരിക്കാമെന്നും തീ പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കാൻ ഇനിയും ഏറെ സമയം എടുക്കുമെന്നുമാണ് ജെറുസലേം ഡിസ്ട്രിക്ട് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് കമാൻഡർ ഫ്രീഡ്മാൻ പറയുന്നു. 18,000 ലിറ്റർ വരെ അഗ്നിശമന വസ്തുക്കൾ വഹിക്കാൻ ശേഷിയുള്ള ഇസ്രായേലി വ്യോമസേനയുടെ C-130J സൂപ്പർ ഹെർക്കുലീസ് വിമാനങ്ങളും രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഈ തീപിടുത്തത്തിൽ ഏകദേശം 3000 ഏക്കർ ഭൂമി കത്തി നശിച്ചതായാണ് പ്രാഥമിക റിപ്പോർട്ട്. ജെറുസലേമിന്റെ പരിസര പ്രദേശങ്ങളിൽ ബുധനാഴ്ച രാവിലെ ആരംഭിച്ച കാട്ടുതീ ശക്തമായ കാറ്റും ഉയർന്ന താപനിലയും കാരണം വ്യാപകമായി പടരുകയായിരുന്നു. ഇതേ തുടർന്ന് ഇസ്രായേൽ സർക്കാർ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ചെയ്തു. കനത്ത പുകയും തീയും കാരണം നിരവധി വാഹനങ്ങൾ ഹൈവേയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ്. ഇസ്രായേലിന്റെ 77ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ തീപിടുത്തം കാരണം റദ്ദാക്കുകയും ചെയ്തു. ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമോർ ബെൻഗിർ തീപിടുത്തത്തിന് കാരണം തീവപ്പായിരിക്കാം എന്നും പറയുന്നുണ്ട്. ജെറുസലേമിനും ടെല്ലവീവിനും ഇടയിലുള്ള ട്രെയിൻ സർവീസും നിർത്തിവെച്ചു. ജെറുസലേം കുന്നുകളിലെ 5ഓളം ഭാഗങ്ങളിൽ നിന്നാണ് തീ പടരുന്നതെന്നാണ് അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥർ പുറത്തുവിട്ട വിവരം. തീ അണയ്ക്കുന്നതിന് ഇസ്രയേലിനെ സഹായിക്കാൻ ഇറ്റലിയിൽ നിന്നും ക്രൊയേഷ്യയിൽ നിന്നും 3 വിമാനങ്ങൾ എത്തുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിക്കുന്നുണ്ട്. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും ഇസ്രയേലിന് സഹായവുമായി രംഗത്ത് വന്നു. UK, ഫ്രാൻസ്, ചെക്ക് റിപ്പബ്ലിക്, സ്വീഡൻ, അർജന്റീന, സ്പെയിൻ, അസർബൈജാൻ തുടങ്ങിയ രാജ്യങ്ങൾ സഹായം വാഗ്ദാനം ചെയ്തതായി ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഗിഡിയോൺ സാർ പറയുന്നു. രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കാട്ടുതീയാണ് ഇപ്പോൾ പടരുന്നതെന്ന് അഗ്നിരക്ഷാ വിഭാഗം കമാൻഡർ പറയുകയാണ്. തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള കഠിന ശ്രമത്തിലാണ്. എങ്കിലും തീ പടർന്നു പിടിക്കുന്ന സാഹചര്യം ഇതുവരെ തടയാൻ കഴിഞ്ഞില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്.